ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് ഡേ ആണ്. അപ്പോൾ ചേട്ടായിക്ക് പണി ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടാ രാവിലെ തന്നെ പണിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹെയർ കട്ടൊക്കെ ചെയ്തതിൻ്റെ നെക്സ്റ്റ് ഡേ എടുത്ത വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഈ വ്ളോഗിൽ രാവിലെ എഴുന്നേറ്റ് വന്ന പാടെ തന്നെ പപ്പാടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങുന്ന ചീത്തയാണ് നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. ഞാൻ മുടി കുറിച്ചിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ പപ്പായ്ക്ക് എൻ്റെ മുടി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ആ നീളം മുടിയും ചെറിയ മുടിയൊക്കെ ഞാൻ നേരത്തെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് എൻ്റെ മുടിയൊക്കെ പിടിച്ച് വെച്ച് എണ്ണയൊക്കെ തേച്ചിട്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ തുടങ്ങിയ വഴക്കാണ് എന്നെ. പപ്പ മുടി മുറിച്ചതിന് 2 ദിവസമായി എന്നോട് വഴക്കുണ്ടാക്കുകയാണ്. നിങ്ങൾ എനിക്കിത് വേണ്ടി ശക്തമായി പ്രതികരിക്കണം. നോക്ക് കണ്ടോ ഇക്കോട്ട് വിട്ടിത്തരം കാണിക്കുന്നത് പുറത്തരം കാണിക്കുന്ന മനുഷ്യരെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുമോ? നല്ലൊരു മുടി ഉണ്ടായിരുന്നു, അത് വെറുതെ കൊണ്ട് മുറിച്ച് തലയും കുത്തി വെച്ച് ഞങ്ങൾക്ക് ഇടിക്കേണ്ട സമയം കഴിഞ്ഞു. കെട്ടിയതാ അപ്പോൾ വർക്കിന് വേണ്ടി രാവിലെ മഞ്ഞത്ത് എഴുന്നേറ്റ് നല്ലപോലെ ജലദോഷം പിടിച്ചിരിക്കുക കേട്ടോ. സൗണ്ടൊക്കെ മൊത്തത്തിൽ അടഞ്ഞിരിക്കുമായിരുന്നു. ഇപ്പം പിന്നെ എങ്ങനെയൊക്കെയോ ശരിയായി വരുന്നുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാനിരുന്ന് കട്ടൻ കാപ്പി കുടിക്കുന്നുണ്ട്. പപ്പ ഇവിടെ ഒരു ചെടി നടാനായിട്ട് കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റ് ഹെയർ സ്മൂത്തനിങ് ചെയ്ത് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ആ ഫ്രണ്ടിൽ മാത്രമേ സ്മൂത്തനിങ് ചെയ്തിട്ടുള്ളൂ. അതിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ഇത്രയൊക്കെ അങ്ങ് കയറ്റി മുറിച്ചപ്പം കുറേ പേർക്ക് ഇഷ്ടമാവില്ലെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് വന്നത്. അപ്പോൾ രാവിലെ ശ്രീക്കുട്ടൻ ഇവിടെ മുഖത്ത് കരിയെല്ലാം വാരി തേച്ച് ഇവിടെ ഇരിപ്പുണ്ട്. എങ്ങാണ്ട് പോകാൻ വേണ്ടിയിട്ട് കണ്ണൊക്കെ എഴുതി സുന്ദരനാവാൻ നോക്കിയതാണ്. പക്ഷെ ആ കരി അവൻ തന്നെ തൂത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കളഞ്ഞു. പിന്നെ ഞാനത് മുഴുവനാക്കി തൂത്ത് കൊടുത്തു. അപ്പോൾ എല്ലാവരും കൂടി എങ്ങാണ്ട് പോവുക കേട്ടോ. അപ്പോൾ അവർ ഓട്ടോ വിളിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മാത്രമേ ഇന്ന് വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നെ എന്തായാലും ഫുള്ളൊരു ക്ലീനിങ് ഡേ ആക്കാമെന്ന് വിചാരിച്ചു. കുറേ ക്ലീനിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ദിവസമായി വീട്ടിൽ സമാധാനമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ തിരക്ക് കാരണം ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും റെസ്റ്റ് എടുത്തല്ല, ഇന്നെന്തായാലും ഫുൾ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കടയിലും വർക്കും തിരക്കും എല്ലാം കൊണ്ട് എനിക്കൊരു റെസ്റ്റ് ഉണ്ടായിരുന്നില്ല കുറച്ച് ദിവസം. രാവിലെ ഭയങ്കര തണുപ്പായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വെയിൽ വന്നപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഈ മഞ്ഞത്തുള്ള എഴുന്നേക്കലാണ് ഇപ്പം നല്ല ജലദോഷം വന്നിരിക്കുന്നത്. രാവിലെ എണീറ്റ് ചിലപ്പം ബൈക്കിലായിരിക്കും ചേട്ടായി കൊണ്ടുപോയി വിടുന്നത്. അപ്പോൾ കാറ്റൊക്കെ അടിച്ച് പോകുന്ന കേട്ടോ. സൗണ്ട് നല്ലോണം ചേഞ്ചായി. അപ്പോൾ രാവിലെ എഴുന്നേറ്റ പാടെ ഫസ്റ്റ് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട്. അതിങ്ങനെ എത്ര തിരക്കാണെങ്കിലും മാക്സിമം ഒരു 10 മിനിറ്റ് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ നോക്കൂട്ടോ. ഇന്നെന്തായാലും മൊത്തത്തിലൊന്ന് പണിയാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ മേളിലായിട്ട് തിട്ടേ വെച്ചിരുന്ന ചെടിയൊക്കെ ആട്ടും. ആകെ ഈ ഒരു സ്നേക്ക് പ്ലാന്റും അതുപോലെ തന്നെ ആ ഒരു ലക്കി ബാമ്പും ഉള്ളൂ. അപ്പോൾ രണ്ടും കൂടെ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. വെയിൽ കാരണം ലക്കി ബാമ്പും ഫുള്ള് കരിഞ്ഞു പോയി. സ്നേക്ക് പ്ലാന്റ് പിന്നെ ഒരു വിധത്തിൽ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. എന്നാലും ചട്ടിയിൽ നിന്ന് പൊട്ടി പുറത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. അതിനിപ്പോൾ പിന്നെ റീപോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉള്ളതിനെ ഒന്ന് നീറ്റാക്കി പുല്ലൊക്കെ പറിച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞിതേ കുറേ ചട്ടിയൊക്കെ വെച്ചേക്കുന്നത് കണ്ടിട്ട് അവിടെ വന്ന് എന്തൊക്കെയോ നോക്കി ഇരിപ്പുണ്ട്. ആശാന് പിന്നെ അങ്ങനെയാണ്, ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കും. ചില സമയത്ത് ഞാൻ പകൽ ഫുള്ള് മുറിയിലിരുന്ന് ഇങ്ങനെ സീരീസൊക്കെ കണ്ടങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറുതെ ഇരിക്കും കേട്ടോ. അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ട് മുറി തന്നെ ആയിരിക്കും. പുറത്തേക്ക് ഇറങ്ങാനേ സമയം കിട്ടില്ല. പകൽ ഫുള്ള് വെയിലാണല്ലോ. ആ സമയത്ത് അവൾ എൻ്റെ കൂടെ കിടന്ന് ഫുള്ള് ഉറക്കമാണ്. പക്ഷേ ഞാൻ മുറ്റത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കണ്ടാൽ പിന്നെ എൻ്റെ കൂടെ മുറ്റത്തിരുന്ന് ഭയങ്കര കളിയും പരിപാടിയൊക്കെ. അപ്പം ചെടിച്ചട്ടിക്കകത്ത് കുറേ പുല്ലുണ്ടായിരുന്നു കേട്ടോ. അത് നല്ലോണം കട്ടിയായിട്ട് ഇങ്ങനെ പിടിച്ച് വളർന്ന് നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ കത്തിയൊക്കെ വെച്ച് എങ്ങനെയൊക്കെയോ കുത്തിപ്പൊക്കി എടുത്തു. അപ്പോൾ ജസ്റ്റ് ഉള്ള ചെടിയൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ചിലതിങ്ങനെ ആ ഒരു പ്ലാസ്റ്റിക് പൊട്ടി അതിൻ്റെ സൈഡിൽ കൂടെ മുള പുറത്തേക്ക് വന്നിട്ടു. അതെങ്ങനെ പൊട്ടി വന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാ കണ്ടില്ലേ, ആ സൈഡിലത്തത് ആ ഒരു മുള വന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ചെടി ഇപ്പോൾ 2 ദിവസം വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് നീറ്റായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് അടുക്കി വെച്ചിട്ട് ലക്കി ബാമ്പു പിന്നെ റീപോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കുറേ ചെടിയിലെ ഇലയൊക്കെ മഞ്ഞപ്പ് വന്നു കേട്ടോ. അത് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വെച്ചിരുന്ന ചെടിക്കൊക്കെയാണ് ഇലയൊക്കെ വാടാനും കരിയാനും മഞ്ഞിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ പിന്നെ അതിനൊക്കെ അവിടെ നിന്നെടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു. ഡെയിലി വെള്ളം ഒഴിച്ചിട്ടും ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ എല്ലാത്തിനും ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് തണലത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. ഇനി കുറച്ച് ദിവസം എല്ലാം ഒന്ന് തണലത്തിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം നേരത്തെ വേനൽ തുടങ്ങിയതാണ് തോന്നുന്നത്. ചെടിയൊക്കെ ജനുവരി ആയപ്പോൾ തന്നെ കരിഞ്ഞൊരവസ്ഥയായി. ഞാൻ പിന്നെ തുണി കഴുകുന്ന ലാസ്റ്റ് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് അതൊക്കെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. പിന്നെ പച്ചക്കറി വേസ്റ്റും പച്ചക്കറി കഴുകുന്നതും അങ്ങനത്തെ വെള്ളമൊക്കെ എല്ലാം ചെടിക്ക് ഒഴിച്ചു കൊടുക്കും. ഈ സൈഡിലായിട്ട് പപ്പ
കുറച്ച് ബന്ദി നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വളരുന്നതുകൊണ്ട് അതിനും ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കും. അങ്ങനെ ഇപ്പോൾ അത്യാവശ്യം പൂന്തോട്ടത്തിന് സെറ്റായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ക്ലീനിങ്ങിലേക്ക് പോയിട്ടോ. അപ്പം ജനലൊക്കെ ഒന്ന് കഴുകണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ടൂള് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതായിട്ട്, ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ കുറേ ബ്രഷുകളും ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ആട്ടോ, ബാത്റൂം ക്ലീനർ, അതുപോലെ തന്നെ സിങ്ക് ക്ലീൻ ചെയ്യാനും കണ്ണാടി ക്ലീൻ ചെയ്യാനും അങ്ങനെ ഓരോന്നിനും ഓരോന്നാട്ടോ. അപ്പോൾ ഇത് കൂട്ട് കണ്ണാടി ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യണേ. സമയം കിട്ടാത്തതുകൊണ്ട് കുറച്ചായി ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാകുമ്പോഴത്തേനും വേഗം പരിപാടിയും തീർന്നോളും, എന്തെങ്കിലുമൊക്കെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ വേഗം പൊക്കോളും. അപ്പോൾ ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു റിവ്യൂ കണ്ടിട്ട് ഇതാരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങുന്നട്ടോ നല്ലത്. അത്യാവശ്യം ഇങ്ങനത്തെ പരിപാടികൾക്ക് ക്ലീനിങ്ങിനൊക്കെ നല്ല ആട്ടോ. നമ്മൾ പെട്ടെന്ന് മടുക്കത്തുമില്ല. നമ്മൾ ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം. നല്ല നീളത്തിന് കിട്ടും കേട്ടോ. എനിക്ക് ആ കമ്പി എടുത്തിനകത്ത് കുത്താൻ വയ്യാത്തതുകൊണ്ട് ഞാനിത് കയ്യെ പിടിച്ച് ചെയ്യുന്നതാണ്. പിന്നെ ഇത് വാക്യൂം ക്ലീനർ ആട്ടോ. അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് കാറിൻ്റെ ആ ഒരു വാക്യൂം ക്ലീനർ ആണ്, കാറിൻ്റെ അകം ക്ലീൻ ചെയ്യാൻ വേണ്ടി. പക്ഷെ ഞാൻ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഇത് യൂസ് ചെയ്യും. റൂം വൃത്തിയാക്കാനും എല്ലാം ഇത് ഉപയോഗിക്കുന്നത്. തറയിൽ ക്ലീൻ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇതുപോലെ ചെറിയ ചെറിയ ഏരിയാസ് ഉണ്ടല്ലോ, അത് ക്ലീൻ ചെയ്യാൻ നല്ലതാണ്. പിന്നെ കാറിൽ മാത്രമല്ല, നമുക്ക് കുഞ്ഞു കുഞ്ഞു ഏരിയാസൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപകാരപ്പെടും. അപ്പോൾ ഇതിൻ്റെയും റിവ്യൂ ഞാൻ താഴെ കൊടുക്കാട്ടോ. നമ്മുടെ വ്ളോഗിൽ തന്നെ ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല പ്രോഡക്റ്റാണ്, എനിക്കിഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഈ വീഡിയോയിൽ കുറേ പേർക്ക് ഇത് യൂസ്ഫുൾ ആവും. അപ്പോൾ എന്തായാലും അതുകൊണ്ട് ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. പർച്ചേസിങ് ചെയ്യാനുള്ള ലിങ്കും കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റിവ്യൂ നോക്കിയിട്ട് വാങ്ങാം കേട്ടോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എൻ്റെ പരിപാടി കഴിഞ്ഞു. എനിക്കൊന്നൊരു 10-15 മിനിറ്റ് തന്നെ കഴിഞ്ഞു. ആകെപ്പാടെ ഓസ് ഇങ്ങോട്ട് വരത്തില്ലാത്തതുകൊണ്ട് ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ച് കഴുകാൻ. ആ ഒരു പണി മാത്രമേ കുറച്ച് സമയം എടുത്തുള്ളൂ കേട്ടോ. നല്ലോണം വൃത്തിയായിട്ടുണ്ടായിരുന്നു. ബ്രഷ് തന്നെ ഇങ്ങനെ നല്ലൊരു പവറിൽ അത് ക്ലീൻ ചെയ്യുകയാണല്ലോ. പിന്നെ കണ്ണാടിക്ക് വേറെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഒരു സംഭവം ഉണ്ട്. അത് വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ നമ്മൾ കണ്ണാടിയിൽ സ്പ്രേ ചെയ്യുന്നൊരു സംഭവമില്ലേ, അത് വെച്ചിട്ട് ക്ലീൻ ആക്കാം. പിന്നെ പൊടി ഉള്ളതുകൊണ്ട് പുറത്തെ പൊടി ഇങ്ങനെ കണ്ണാടിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് പൊടി ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ബ്രഷ് വെച്ച് കഴുകിയത്. അങ്ങനെ കഴുകി കഴിഞ്ഞപ്പോൾ നല്ലോണം വൃത്തിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ പണിയും കഴിഞ്ഞു. പിന്നെ തുണി അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ബാക്കി പരിപാടിക്ക് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെയും ചേട്ടയുടെ 3-4 ദിവസത്തെ തുണി ഉണ്ടാവും കേട്ടോ. കടയിലൊക്കെ പോകുന്നതുകൊണ്ട് ഞാൻ തന്നെ ഡെയിലി 2 വട്ടമൊക്കെ മാറിയിട്ടും. പിന്നെ ആശാനും അതെ. അപ്പം അതെല്ലാം ഉള്ളത് കൊണ്ട് അത് മെഷീനിലിടുന്നുണ്ട്. പിന്നെ കുറച്ച് ഹാൻഡ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഹാൻഡ് വാഷ് ഞാൻ പിന്നെ ആഴ്ചയിൽ 1 ചെയ്യാറുള്ളൂ. അതങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഈ ഇടയ്ക്ക് തിരക്കായിരുന്നുകൊണ്ട് ഫംഗ്ഷൻ ഇട്ടതൊക്കെ ഉണ്ടായിരുന്നു. 1-2 ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് 1-2 തവണ ഇട്ടതെല്ലാം ഒന്ന് മുക്കി വെച്ചിട്ട് വേഗം തന്നെ ജസ്റ്റ് ഒന്ന് ഊരിപ്പിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ ചെളിയും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഷാമ്പു വാഷ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ ഒരു 10 മിനിറ്റ് മുക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിപ്പിഴിഞ്ഞെടുക്കുന്നതിന് കിട്ടും. കുത്തിപ്പിഴിയുന്ന പിന്നെ ഒരു ശീലമായതുകൊണ്ട് അങ്ങനെ വെറുതെ എടുത്തിടാൻ തോന്നത്തില്ല. കുത്തിപ്പിഴിഞ്ഞാലേ ചെളി പോയെന്നുള്ളൊരു തോന്നൽ വരത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് കുത്തിപ്പിഴിഞ്ഞെടുക്കുന്നുണ്ട്. കുറച്ച് വർക്കൊക്കെ ഉള്ള ഡ്രസ്സുണ്ട്, അതൊന്നും കുത്തിപ്പിഴിയാനും ഒന്നും പറ്റത്തില്ല. ജസ്റ്റ് മുക്കിയെടുത്ത് ഊരിപ്പിഴിയാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നുണ്ട്. ബാക്കി കുത്തിപ്പിഴിയാൻ പറ്റുന്നത് ജസ്റ്റ് ഒന്ന് കുത്തിപ്പിഴിഞ്ഞിടുന്നുണ്ട്. വെയിലില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഈ ഭാഗത്തൊക്കെ സമാധാനം ഉണ്ട്. ഇവിടെ പിന്നെ ഫ്രണ്ടിൽ മാത്രമേ വെയിലുള്ളൂ കേട്ടോ. ബാക്കിലോട്ട് അങ്ങനെ വലിയ വെയിലൊന്നുമില്ല. ബാക്കിൽ നല്ല സുഖമാണ്. ഞാൻ ചില സമയത്ത് പകലൊക്കെ ഈ ബാക്കിലെ കസേരയിൽ വന്ന് വെറുതെ ഫോണിൽ നോക്കിയിരിക്കും കേട്ടോ. ഉറങ്ങിപ്പോവും, അത്രയും സുഖമുണ്ട് ബാക്കിൽ. ഇങ്ങനെ ബാക്ക് വശമാണ് ഇവിടെ ഇഷ്ടം. പിന്നെ ഫ്രണ്ടിൽ രാവിലെ വന്നിരിക്കാൻ ഇഷ്ടം കേട്ടോ. അങ്ങനെ അലക്ക് കഴിഞ്ഞ് ആ വെള്ളവും കഞ്ഞിവെള്ളവും കാടിവെള്ളവും എല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് ചെടിക്കൊഴിക്കുന്നു കിട്ടും. അപ്പുറത്തോട്ട് വരെ മാത്രമേ ഓസെത്തത്തുള്ളൂ. ഇങ്ങോട്ടേക്ക് ഓസെത്താൻ ഇച്ചിരി പാടാണ്. അപ്പം അങ്ങനെ വരുന്ന വെള്ളം കഞ്ഞിവെള്ളം ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചെടിക്കൊഴിച്ചു കൊടുക്കും. കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ നല്ല കേട്ടോ. ചെടിക്ക് നല്ല രീതിയിലൊരു വളർച്ച തോന്നാറുണ്ട്. പിന്നെ അതേ നമ്മുടെ പയറിനകത്ത് 2-3 പയറൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. ഒരു കുഞ്ഞിതും ഒരു വലുതും. പിന്നെ കുറേ പൂത്തും നിൽപ്പുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ കൊണ്ട് വളമായിട്ട് ഇടൂലേ, അങ്ങനെ ഇട്ടതാണ്. അതിനകത്തൊന്ന് മുളച്ചുണ്ടായി വന്നു കേട്ടോ. അപ്പോൾ പപ്പ ഇതേപോലെ ഒരു കമ്പും കുത്തി കൊടുത്ത് ഒരു വള്ളി ഇട്ട് കൊടുത്തും അപ്പോൾ അതിലേക്ക് കയറി വളരുന്നുണ്ട്. പിന്നെ പൂക്കളൊക്കെ അത്യാവശ്യം ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ തുണി ഞാൻ കൊണ്ട് വിരിച്ചിടുന്നുണ്ട്. അപ്പോഴത്തേക്കും വെയിലൊക്കെ ഒന്ന് താന്നായിരുന്നു. ഞാൻ അലക്കാൻ പോയ സമയത്തുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം ആടി തൂങ്ങി അതൊക്കെ ചെയ്ത് ചെടിക്കൊക്കെ കുറേ വെള്ളം ഒഴിച്ച് വന്നപ്പോഴത്തേനും വെയിൽ താന്നും. പിന്നെ എല്ലാം മറിച്ചാട്ടിടുന്നത്. തലയും കുത്തിട്ട് കഴിയുമ്പോൾ അങ്ങനെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കില്ലല്ലോ. അപ്പോഴത്തേക്കും പിന്നെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പോയിട്ടൊരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് വന്നത്. ദേ ഈ കാണുന്നത് ഫുള്ളായിട്ട് ഉടുപ്പാട്ടോ. എനിക്ക് ഭയങ്കര ഫ്രോക്ക് ഭ്രാന്താണ്. ജീൻസും ക്രോപ്പ് ടോപ്പും കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഫ്രോക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വന്ന് ജീൻസും ക്രോപ്പ് ടോപ്പിനെ കഴിഞ്ഞും കൂടുതൽ ഫ്രോക്കാട്ടോ. അതിട്ട് കഴിയുമ്പോൾ എന്തോ ഒരു ആശ്വാസമാണ്. വേറെ എന്ത് ഡ്രസ്സ് ഇട്ടാലും എനിക്ക് അത്രയും കംഫർട്ട് കിട്ടാറില്ല. അതുകൊണ്ട് ഇപ്പോൾ വന്ന് കളക്ഷനിൽ ഫുൾ ഇങ്ങനത്തെ ഡ്രസ്സുകൾ മാത്രമായി. പിന്നെ ഞാൻ പോയിട്ട് ചോറ് കഴിക്കുന്നുണ്ട്. അപ്പോഴത്തേനും നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. രാവിലെ ഞാൻ വൈകിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഉച്ചയ്ക്ക് പണിയെല്ലാം തീർത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് കുറേ നേരം ഫോൺ
ഫോണിൽ നോക്കി സീരീസൊക്കെ കണ്ടിരിക്കും. ആ ഒരു സമയത്ത് മാത്രമേ ഫ്രീ ആയിട്ട് ഇരിക്കാറുള്ളൂ. എപ്പോഴും വർക്കിന് പോകുമ്പോൾ കാണാൻ സമയം എടുത്തല്ലോ. ഒരു സീരീസ് ഞാൻ ഒരു മാസമൊക്കെ എടുത്താണ് കണ്ടു തീർക്കുന്നത്. ഇങ്ങനെ കുറച്ച് കണ്ട് അങ്ങനെ കേട്ടോ തീർക്കുന്നത്. ഒറ്റ ട്രിപ്പിന് ഇരുന്ന് അങ്ങനെ ഞാൻ വലിയധികം കാണാറില്ല. അങ്ങനെ കണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അഡിക്ഷനായി പോയിട്ട്, പ്രത്യേകിച്ച് കൊറിയൻ സീരീസ്. ബാക്കി എന്ത് കണ്ടാലും എനിക്ക് അത്ര അഡിക്ഷൻ ഇല്ല. പണ്ടൊക്കെ ഇങ്ങനെ ഒറ്റ ഇരുപ്പിന് കാണാൻ തോന്നുമായിരുന്നു കേട്ടോ. ഞാൻ ഒറ്റ ദിവസം തന്നെ കുറേ എപ്പിസോഡ് ഇരുന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ കണ്ടപ്പോഴത്തേക്കും ഞാൻ ആ ഒരു അഡിക്ഷൻ കുറച്ചിട്ട് കുറച്ച് വെച്ച് കാണാൻ തുടങ്ങി. കഴിക്കുന്ന സമയങ്ങൾ, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങൾ, അങ്ങനെ എൻ്റെ ജോലി കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്താട്ടോ ഇപ്പോൾ ഇരുന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ആ ഒരു അഡിക്ഷൻ ഇപ്പോൾ തോന്നുന്നില്ല. പിന്നെ ദേ വൈകുന്നേരം ആയപ്പോൾ പോയിട്ട് ഈ പാട്ടൊക്കെ പിറക്കി വെക്കുന്നത് കിട്ടും. ഇത് ഞങ്ങളിവിടെ പറമ്പൊക്കെ ക്ലീൻ ചെയ്ത സമയത്ത് കിട്ടുകയാണ്. പിന്നെ വീട്ടിലത്തെ കുപ്പി അങ്ങനെ കുറേ ഉണ്ട്. അപ്പം നമ്മൾ ആക്രിക്ക് കൊടുക്കാൻ വേണ്ടി എല്ലാം പിറക്കി വെച്ചേക്കുമായിരുന്നു. പക്ഷേ ആക്രിക്കാരൻ വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനത്തെ കുപ്പി ഇപ്പോൾ ആക്രിക്കാരൊന്നും എടുക്കുന്നില്ല, അപ്പോൾ ആ ചേട്ടന്മാർ കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്തായാലും നമുക്ക് പ്ലാസ്റ്റിക് എടുക്കാൻ ആൾ വരുമല്ലോ, അവർക്ക് കൊടുത്തു വിടാമെന്ന് വിചാരിച്ച് അതെല്ലാം പിറക്കി ചാക്കിലായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പിള്ളേരെയും കൂട്ടി. ഒറ്റയ്ക്ക് ഞാൻ കുറേ നേരം പിറക്കിട്ടോ തീരുന്നില്ല. അപ്പോൾ പിള്ളേരും വന്ന് കൂടിക്കഴിഞ്ഞപ്പോൾ വേഗം ആ പരിപാടി അങ്ങ് തീർന്നു. അങ്ങനെ അവിടെ ഒക്കെ വൃത്തിയാക്കിയിട്ട് മുറ്റവും കൂടെ അടിച്ചിടാമെന്ന് വിചാരിച്ചു. നേരത്തെ ഈ പുറകോശമൊന്നും പെട്ടെന്ന് പള്ളയാകത്തില്ലായിരുന്നു കേട്ടോ. 2-3 ദിവസമൊക്കെ കൂടുമ്പോഴാണ് ചപ്പ് കൂടുന്നത്. പക്ഷെ ഇപ്പം നല്ലോണം ഇല വീഴുന്നുണ്ട് കേട്ടോ. ഇല പൊഴിയുന്ന സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാ ദിവസവും ഇപ്പം മിക്കവാറും അടിക്കേണ്ടി വരുന്നുണ്ട്. അവിടെ കുറച്ച് ഇലയുള്ളെങ്കിലും അടിച്ചിടും കേട്ടോ. കാരണം ആ ബാക്ക് വശം അത്രയും മുറ്റമുള്ളതുകൊണ്ട് ഭയങ്കര വൃത്തികേടാണ് ചപ്പ് കൂടിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് മിക്ക ദിവസങ്ങളിൽ അടിച്ചിടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചിട്ടില്ല, അമ്മയും ചേച്ചി ആരെങ്കിലുമൊക്കെ അടിച്ചിട്ടോളും. അതുകൊണ്ട് ബാക്ക് സൈഡിൽ എന്നും അടിച്ചാലും ഇപ്പം അത്രയും ഇല ഉണ്ട് കേട്ടോ. മുന്നേയൊക്കെയാണ് ഇച്ചിരി ഇല മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു 3-4 ഉണ്ടായാലുണ്ടായി. അത് 3 ദിവസമൊക്കെ കൂടുമ്പോൾ അടിച്ചാലേ കുറച്ചെങ്കിലും ഇല കിട്ടത്തുള്ളൂ. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും ചെടിയൊക്കെ എടുത്ത് ഞാൻ പിന്നെ ഏതെങ്കിലുമൊക്കെ ഒരു വഴിക്ക് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കരിഞ്ഞ ചെടിയൊക്കെ എടുത്ത് ഞാൻ എന്ത് ചെയ്യുക, ആ ഒരു ബാക്കിലായിട്ട് മരത്തിൻ്റെ സൈഡിലായിട്ടൊക്കെ വെക്കുന്നുണ്ട്. അത് കുറച്ച് ദിവസം അവിടെ ഇരുന്ന് മുളയൊക്കെ പൊട്ടട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ലക്കി ബാമ്പു ആയതുകൊണ്ട് നമുക്ക് പിന്നെ അത് കട്ട് ചെയ്തിട്ട് വേറൊരു പോട്ടിലേക്ക് വെച്ചാൽ മതി. റീപോർട്ട് ചെയ്യാൻ അത്യാവശ്യം സമയവും വേണം, പിന്നെ പോയി മണ്ണൊക്കെ മാന്തണം. അപ്പോൾ എനിക്ക് അതിനുള്ള ഒരു ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന് പപ്പ ചെയ്തോളാം എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പരിപാടി പപ്പായ്ക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഭംഗിയും കോലൊക്കെ തോന്നി കിട്ടും. അങ്ങനെ ഇപ്പം ഈ ലെവലിലാണ് നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനിയും ഇതിനകത്ത് പണിത് കുറേ പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആട്ടോ. നെക്സ്റ്റ് ഞാൻ പോയിട്ട് പിന്നെ ഫ്രണ്ടിലത്തെ മുറ്റം അടിക്കുന്നുണ്ട്. ഫ്രണ്ടിലത്തെ മുറ്റം കുറേ കത്തിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലും അതേ, നേരത്തെ അധികമൊന്നും അങ്ങനെ ചപ്പൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ഇപ്പോൾ പുല്ല് കരിച്ചപ്പം കുറേ പുല്ലിൻ്റെ വേസ്റ്റുകളും, പിന്നെ കാറ്റ്, ഭയങ്കര കാറ്റാട്ടോ ചില സമയത്ത്. വൈകുന്നേരങ്ങളിലൊക്കെ ആ കാറ്റത്ത് ഉള്ള ഇലയെല്ലാം ഇങ്ങോട്ട് പറത്തിക്കൊണ്ട് വരും. ഞാൻ ഇങ്ങോട്ട് അടിക്കുന്ന സമയം കാറ്റ് വന്ന് തിരിച്ച് ഓപ്പോസിറ്റേക്ക് പറത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു വിധത്തിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് അടിച്ചെത്തിയത്. പിന്നെ പൊടിയും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പൊടിക്കാണെങ്കിൽ ഇടയ്ക്ക് അലർജിയും ഉണ്ട്. എന്താണെന്നറിയില്ല, എനിക്ക് നേരത്തെ അങ്ങനെ അലർജി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പൊടി അടിക്കുമ്പോൾ ഉണ്ടെങ്കിലും ഞാൻ പിന്നെ ഒരു വിധത്തിൽ അടിച്ച് പിന്നെ കുറേ ചപ്പ് കിടക്കുന്ന കാണുമ്പോഴത്തേക്കും ഭയങ്കര അലമ്പാണല്ലോ. അപ്പം ഈ ഒരു ഭാഗത്തിട്ടാട്ടോ നമ്മളിപ്പോൾ കത്തിക്കുന്നത്. ഇവിടെ കത്തിച്ച് ആ ഒരു ഭാഗം ഇപ്പോൾ കരിഞ്ഞു. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പുല്ല് കരിയാനുള്ള മരുന്നടിച്ചെങ്കിലും ഇങ്ങനെ വലിയ ചെടികളായിട്ട് പൊങ്ങി നിൽക്കുന്നുണ്ടല്ലോ. അതിൻ്റെയൊക്കെ ആ ഒരു കമ്പ് ഇങ്ങനെ കുറ്റി പോലെ പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ ഇങ്ങനെ കൈ വെച്ച് പറിക്കാൻ നോക്കി. ചിലതൊക്കെ പറഞ്ഞു വരുന്നുണ്ടായിരുന്നു, ചിലത് ഭയങ്കര പാടായിരുന്നു കേട്ടോ. വലിച്ച് എൻ്റെ കൈയൊക്കെ ചുമന്ന് ഒരു പരുവായി. എൻ്റെ കൈ കണ്ടാൽ പിന്നെ പണ്ടേ പെൺപിള്ളേരുടെ കൈ പോലെയല്ല, ഭയങ്കര ഇങ്ങനെ ബലമുള്ള കൈയാണ് കേട്ടോ. അതുകൊണ്ട് ആ ഒരു സോഫ്റ്റ്നെസ് ഒന്നും ഫീൽ ആവത്തേ ഇല്ല. അങ്ങനെ പിന്നെ ആ ഒരു ഭാഗത്തിട്ട് അതെല്ലാം കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ഒന്നും നമ്മൾ കത്തിക്കാറില്ല കേട്ടോ. ഇങ്ങനത്തെ ഇലയും കാര്യങ്ങളൊക്കെ ഇതുപോലെ കത്തിച്ച് കളയും. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര കാടായിരിക്കും, ഒത്തിരി ഇല വീഴുന്നതുകൊണ്ട്. അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ നോക്കി നിന്നിട്ടാട്ടോ കത്തിക്കുന്നത്. ഭയങ്കര ചപ്പായതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കത്തിക്കാൻ. അപ്പോൾ ഇത് വീടിൻ്റെ ആ ഒരു മതിലിൻ്റെ പുറത്താട്ടോ. അപ്പോൾ ആ ഒരു റോഡിലും ഞങ്ങൾ ഇതുപോലെ ഡെയിലി ചപ്പ് കൂട്ടിയിട്ട് കുറച്ച് കത്തിച്ച് ഇവിടം വരെ എത്തി. എല്ലാ ദിവസവും ഒറ്റയടിക്ക് അങ്ങനെ തീ കൊടുക്കാറില്ല, കുറച്ചായിട്ട് മാത്രമേ തീ കൊടുക്കാറുള്ളൂ. അപ്പം ആളുവിനെ കൊണ്ട് ഞാനൊരു ബക്കറ്റ് വെള്ളം എടുപ്പിച്ചുകൊണ്ട് വന്നേ കേട്ടോ. അപ്പം വെള്ളം എടുത്ത് അടുത്ത് വെച്ചിട്ടാണ് കത്തിക്കുന്നത്. എങ്ങാനും ഇങ്ങോട്ടും തീക്ക് ഒന്ന് പറക്കണം എന്നൊക്കെ തോന്നിയാലും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാം ഇവിടെ നോക്കി നിൽക്കുക കേട്ടോ. ശ്രീകുട്ടൻ, ഞാൻ, അമ്മ, കുഞ്ഞിത്, അങ്ങനെ എല്ലാവരും ഇവിടെ നോക്കി നിന്നാണ് കത്തിക്കുന്നത്. മാളുവിനാണെങ്കിൽ പിന്നെ ഇങ്ങനെ തീയൊക്കെ കത്തിക്കുന്നതാണ് ഭയങ്കര ക്രേസാണ്. അവളടുത്ത് വന്ന് ഇങ്ങനെ അത് കൂട്ടിയിടാനും കത്തിക്കാനും അതിൻ്റെ കൂട്ടത്തിലെല്ലാം നടക്കും. അങ്ങനെ നമ്മൾ ആ ഒരു കരിച്ച പുല്ലൊക്കെ കുറേ കത്തിക്കേണ്ടി വന്നു കേട്ടോ. കത്തിക്കാതെ അതങ്ങനെ നീറ്റ് ആവുന്നുണ്ടായിരുന്നില്ല, ജസ്റ്റ് കരിഞ്ഞതേ ഉള്ളൂ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് കുളിക്കുന്നുണ്ട്.
കളിക്കുന്നുണ്ട്. ശ്രീക്കുട്ടനെ ഞാൻ ജസ്റ്റ് ഷവറിൽ കുളിച്ചോ എന്ന് പറഞ്ഞ് വിട്ടേ കേട്ടോ. അവിടെ കിടന്ന് ഭയങ്കര കളിയാണ്. അവനെ എപ്പോഴും അങ്ങനെ ഷവറിൽ കുളിപ്പിക്കത്തില്ല കേട്ടോ. ഷവറിൽ കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കുക, ഇറങ്ങി വരത്തില്ല. ഇന്ന് കുളിച്ചോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അരമണിക്കൂർ വീതമായിരുന്നു കുളി. അപ്പോൾ കുളിച്ചോ എന്ന് പറഞ്ഞതിൻ്റെയാണ് ആ ഒരു സന്തോഷം. ഞങ്ങളുടെ ബാത്റൂമിൽ മാത്രമേ ഷവറുള്ളൂ, അവരുടെ ബാത്റൂമിൽ ഷവറില്ല കേട്ടോ. അപ്പം ഞാനും ദേ കുളിക്കാനുള്ള പരിപാടിയാണ്. അപ്പം 3 ദിവസം കഴിഞ്ഞ് ഹെയർ വാഷ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ സ്മൂത്തനിങ് ചെയ്തത് ഇപ്പോഴാണ് വാഷ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും പാർലറിൽ തന്നെ വാഷ് ചെയ്യേണ്ടതാണ്. പിന്നെ ഞാൻ തന്നെ ചെയ്തു. ഇനിയൊന്നും പുറത്തൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. കുളി കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ദേ ഞാൻ പോയിട്ട് സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ലാക്മിയുടെ സിറം കേട്ടോ, വൈറ്റമിൻ സി സിറം. പിന്നെ ഞാനിപ്പോൾ പുതിയൊരു സിറം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് നല്ലോണം വെയിലത്തൊക്കെ നടന്നു കേട്ടോ. വെയിലത്ത് മാത്രമല്ല, ആ തീയുടെ അടുത്ത് പോയി നിന്നിട്ട് മുഖമൊക്കെ കരിഞ്ഞില്ലെന്നേ ഉള്ളൂ. രാവിലെ സൺസ്ക്രീനൊക്കെ തേച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ റീഅപ്ലൈ ഒക്കെ ചെയ്യാൻ മറന്നുപോയി. സൺസ്ക്രീൻ ഒരു 3-4 മണിക്കൂറൊക്കെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ദാ ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്തു. ലിപ് ബാം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ക്യൂർ സ്കിന്നിൻ്റെ ആട്ടോ. എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. എനിക്ക് ഓൾറെഡി പിഗ്മെൻറ്റഡ് ലിപ്സ് ആണ്. അത് ചെറുതായിട്ടൊക്കെ കുറയുന്ന പോലെ തോന്നുന്നുണ്ട്, എന്നാലും അങ്ങനെ ഒരുപാട് റിസൾട്ട് പറയാനായിട്ടില്ല. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നൊരു സാധനം ഈ ഒരു ഡോക്കിൻ്റെ അണ്ടർ ആമിൻ്റെ ഡാർക്ക്നെസ് ഒക്കെ കുറയുന്ന സംഭവമായിട്ടും. പിന്നെ ബോഡിയിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു എംകഫീൻ്റെ പോളിഷിങ് ഓയിലാട്ടോ. ഇതിൻ്റെ തന്നെ ഒരു കിറ്റായിട്ടാണ് വാങ്ങിയത്. സ്ക്രബ്ബ് ഞാൻ കുളിക്കുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കയ്യിലെ ടാനൊക്കെ ഇച്ചിരി കുറഞ്ഞു കേട്ടോ. നേരത്തെ നല്ല ടാൻ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ തന്നെ ബോഡി ലോഷനുണ്ട്, അത് ഞാൻ യൂസ് ചെയ്യാനൊക്കെ മറന്നു പോകും. ഈ ഒരു ഓയിലാണ് ഞാൻ മിക്കവാറും തേക്കുന്നത്. നല്ല ഹൈഡ്രേറ്റിംഗ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. കുറേ പേര് സ്കിൻ കെയറിൻ്റെയും ഈ ഒരു ഹെയർ കെയറിൻ്റെ ഒക്കെ ചോദിക്കുന്നുള്ളതുകൊണ്ടാണ് ഇരുന്നത്. ഹെയർ ഞാൻ സത്യം പറയുമ്പോൾ ഇപ്പം അധികം ശ്രദ്ധിക്കാറില്ല, അതിനുള്ള സമയം കിട്ടാറില്ല. സ്കിൻ കെയർ പിന്നെ രാവിലെ വൈകുന്നേരം കുളിയൊക്കെ കഴിയുമ്പോൾ ആ കൂടത്തിൽ അങ്ങ് ചെയ്തു പോകും. ഹെയർ കെയർ ചെയ്യാനാണ് ഭയങ്കര മടി, പ്രത്യേകിച്ച് പാക്കൊക്കെ ഇടാൻ മടി കേട്ടോ. അതിൻ്റെയാണ് മുടിയൊക്കെ ഈ ഇടയ്ക്ക് കുറേ പോയത്. എന്നാലും കിട്ടുന്ന സമയം ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പപ്പടം പൊളിക്കുന്നുണ്ട് കേട്ടോ. വേറെ വലിയധികം കറിയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പിന്നെ ഇങ്ങനെ പകൽ കുറേ ക്ലീനിങ്ങും പരിപാടി ഉണ്ടായിരുന്നതുകൊണ്ട് അധികം ഒന്നും കുക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല. ഞാൻ വന്നിട്ടൊരു കസേര കയറി വീഴുന്നതും വീഴാൻ തുടങ്ങിയത് ഒരുമിച്ചായിരുന്നു. കുറേ ദിവസമായി ഞാൻ ഈ കസേരയിൽ നിന്ന് വീഴുന്നത്. ക്രിസ്മസിൻ്റെ ദിവസം ഇത് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ കേക്കൊക്കെ ആയിട്ട് വന്ന് കേക്ക് മുറിക്കാൻ വേണ്ടി കസേരയിലിരുന്നതും കസേരയിൽ ഉള്ളിലോട്ട് പോയത് ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇതിനെ കാല് പോയിരിക്കുന്നതുകൊണ്ട് പിന്നെ വീഴാൻ തുടങ്ങി. പിന്നെ 2 പ്രാവശ്യം ഞാനങ്ങ് താഴോട്ട് പോയില്ല കേട്ടോ, ജസ്റ്റ് വീഴാൻ തുടങ്ങിയതേ ഉള്ളൂ. ഭയങ്കര കോമഡി ആയിരുന്നു. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. അപ്പോൾ അതാ ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുന്ന സമയത്ത് പിന്നെ ഇരുന്ന് സീരീസ് കാണും. ഞാൻ ആ ഒരു ബ്രേക്കിലാട്ടോ കൂടുതലും സീരീസ് കാണുന്നത്. മാക്സിമം ഒരു സീരീസിൻ്റെ 1 മണിക്കൂർ എപ്പിസോഡ് ഞാൻ 2 ട്രിപ്പൊക്കെ വെച്ചിട്ടാണ് കണ്ടു തീർക്കുന്നത്. ചിലപ്പോൾ ഒരു 10-20 മിനിറ്റിലൊക്കെ എന്തെങ്കിലും പരിപാടി വന്നു കഴിഞ്ഞാൽ ഏറ്റവും. അപ്പോൾ എന്തായാലും ഈ തുടങ്ങിയ എപ്പിസോഡ് കണ്ടു തീർത്തിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. ചേട്ടായി ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആൾക്ക് കുറച്ച് ഓവർ